ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ സെമി ഫൈനലുകൾ ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം 12:30 സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ആദ്യത്തെ സെമി ഫൈനൽ. അതിനു മുന്നോടിയായി സ്പെയിനിന് വേണ്ടി കളിക്കുന്ന നിക്കോ വില്യംസിനെ കുറിച്ച് ഒരു റിപ്പോർട്ടുണ്ട്. അത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലാണ്. ആ വാർത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പ് എന്ന നിലയിൽ എഴുതുന്നത് മലയാള മനോരമയ്ക്ക് വേണ്ടി ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന SP ശരത്താണ്. അപ്പോൾ SP ശരത്തിന് അതിനോടുള്ള അതിൻ്റെ മുഴുവൻ നന്ദിയും അറിയിച്ചുകൊണ്ട് അത്രമാത്രം ഹൃദയസ്പർശിയായി എഴുതിയിരിക്കുന്ന നിക്കോ വില്യംസിൻ്റെ കഥ, ജീവിതകഥ, തീച്ചൂളയിൽ നിന്ന് വന്ന നിക്കോ വില്യംസിൻ്റെ കഥ, അത് അത്രമാത്രം ഹൃദയസ്പർശി ആയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതിയത്. അത് വായിക്കാത്തവർക്ക് കൂടി അറിയാവുന്ന നിലയിൽ അത് എല്ലാവരിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണത്. അപ്പോൾ SP ശരത്ത് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. രണ്ടു രാജ്യങ്ങൾക്കായി ബൂട്ടുകെട്ടുന്ന സഹോദരങ്ങൾ എന്ന നിലയിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളവരാണ് സ്പാനിഷ് താരം നിക്കോ വില്യംസും ഘാനയുടെ താരം ഇനാക്കി വില്യംസും. ഇരുവരും കളിക്കളത്തിലെ ആത്മാർത്ഥതയുടെ പ്രതീകങ്ങൾ. അടിവയറിന് താഴെ കടുത്ത വേദനയുടെ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതേയുള്ളൂ എങ്കിലും നിക്കോ ഇന്ന് കളിക്കാനിറങ്ങും. അതായത് നിക്കോ വില്യംസ് ഇന്ന് പരിക്കുണ്ടെങ്കിലും സ്പെയിനിന് വേണ്ടി ഫ്രാൻസിനെതിരെ കളിക്കാനിറങ്ങും. കാരണം വംശീയമായും കുടുംബപരമായും വേദനയുടെ തീച്ചൂളകൾ താണ്ടിയെത്തിയവരാണ് നിക്കോയും ഇനാക്കിയും. പരുക്കിൻ്റെ വേദനയ്ക്കു നിക്കോയുടെ ആത്മവീര്യം തകർക്കാനാകില്ല. ഈ ലോകകപ്പിലെ താരങ്ങളിൽ ഏറ്റവും പ്രചോദനാത്മക ജീവിതകഥ പറയാൻ കഴിയുന്നത് ഇന്നു കളിക്കാനിറങ്ങുന്ന നിക്കോയ്ക്ക് തന്നെയാണ്. നിക്കോ വില്യംസിൻ്റെ കഥ അത്രമാത്രം പ്രചോദനാത്മകമാണെന്ന് ശരത്ത് പറയുന്നു. കൊടും പട്ടിണിയിൽ വലഞ്ഞ അച്ഛൻ ഫെലിക്സ്, അമ്മ മരിയ എന്നിവർ ഭേദപ്പെട്ട ജീവിതം തേടി ഘാനയിൽ നിന്നും പലായനം ചെയ്യുന്നതിൽ തുടങ്ങുന്നു ഇവരുടെ കഥ. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഘാനയിലെ ഒരു മനുഷ്യക്കടത്തു സംഘത്തിന് കൊടുത്തു UK കടക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് ഇതാണ്: മരിയ ഗർഭിണിയായിരുന്നു. ഒരു പിക്കപ്പ് വാനിൻ്റെ പിന്നിൽ കറുത്ത ടാർപ്പായ്ക്കടിയിൽ ഒളിച്ചിരുന്നായിരുന്നു യാത്ര. അതായത് ഘാനയിൽ നിന്ന് UK പലായനമാണ്, ഒളിച്ചോട്ടമാണ്. ആ ഒളിച്ചോട്ടം ഒരു പിക്കപ്പ് വാനിൻ്റെ പിറകിലൊരു കറുത്ത ടാർപ്പായയ്ക്ക് താഴെ ഇരുന്നു കൊണ്ടായിരുന്നു ഒരു കുടുംബത്തിൻ്റെ. അങ്ങനെ ആ യാത്ര തുടങ്ങുന്നു. ഏതാനും സുഹൃത്തുക്കളും ഒപ്പമുണ്ട്. ഏതാണ്ട് 4000 കിലോമീറ്ററോളം സഹാറ മരുഭൂമി പിന്നിട്ട് വേണം കടൽ തീരത്തെത്താനും ബോട്ട് മാർഗം UK കടക്കാനും. അതായത് ഘാനയിൽ ഇവരുണ്ടായിരുന്ന ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 4000 കിലോമീറ്റർ സഹാറ മരുഭൂമി പിന്നിട്ട് വേണം, സഹാറ മരുഭൂമിയിലൂടെ 4000 കിലോമീറ്റർ കടന്നു വേണം കടൽ തീരത്തെത്താനും, അങ്ങനെ അവിടുന്ന് ബോട്ട് പിടിക്കാനും അതുവഴി UK പോകാനും. മരുഭൂമിയുടെ പാതി എത്തിയപ്പോൾ, അതായത് യാത്ര തുടങ്ങി മരുഭൂമിയുടെ പാതി എത്തിയപ്പോൾ മനുഷ്യക്കടത്ത് സംഘം ചതിച്ചു. ഗർഭിണിയായ മരിയയെയും ഭർത്താവ് ഫെലിക്സിനെയും കൂട്ടുകാരെയും മരുഭൂമിക്ക് നടുവിൽ ഉപേക്ഷിച്ച് അവർ പണവുമായി കടന്നു. ഇവർ കൊടുത്ത പണവുമായിട്ട് അവർ കടന്നു. ഇവരെ മരുഭൂമിയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട്. ഫെലിക്സിൻ്റെ കാലിൽ ഷൂസ് ഉണ്ടായിരുന്നില്ല. മരിയയ്ക്കു ദീർഘദൂരം നടക്കാൻ ആവതും ഉണ്ടായിരുന്നില്ല. അവർ ഗർഭിണിയായിരുന്നു, അതുകൊണ്ട് തന്നെ ദീർഘദൂരം നടക്കാൻ കഴിയില്ല. എന്നിട്ടും കുഞ്ഞിനെ ഓർത്ത് അവർ തിളയ്ക്കുന്ന മരുഭൂമിയിലൂടെ, മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തിളച്ചു മറിയായിരിക്കും. അപ്പോൾ തിളയ്ക്കുന്ന മരുഭൂമിയിലൂടെ നടന്നു. പകൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരുന്ന മരുഭൂമിയിലൂടെയുള്ള നടപ്പിൽ ഫെലിക്സിൻ്റെ കാലുകൾക്ക് സ്പർശനശേഷി നഷ്ടപ്പെട്ടു. ആ ചൂട് കാരണം 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ചൂടായിരുന്നു അത്. കൂട്ടുകാരിൽ പലരും യാത്രക്കിടെ മരിച്ചു വീണു. ഇവരെ മരുഭൂമിയിൽ തന്നെ അടക്കി ബാക്കിയുള്ളവർ നടപ്പ് തുടർന്നു. അല്പജീവനോടെ സ്പാനിഷ് കോളനിയായ മെലിലയിലെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ചുകൂടി ദൂരം കടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ കഥ കേട്ട ഒരു അഭിഭാഷകനാണ് ലൈബീരിയയിലെ യുദ്ധമുഖത്ത് നിന്ന് പലായനം ചെയ്തവരാണെന്ന നുണ പറയാൻ നിർദ്ദേശിച്ചത്. ഇവരുടെ കഥ കേട്ടപ്പോൾ ഒരു വക്കീൽ ഇവരോട് പറഞ്ഞു, ലൈബീരിയയിൽ നിന്ന് പലായനം ചെയ്തു വരികയാണെന്ന് കള്ളം പറയണം എന്ന് പോലീസിനോട്. ആ നുണ അവരെ ഒരു പുരോഹിതൻ്റെ അരികിലെത്തിച്ചു. സ്പാനിഷ് പൗരത്വ രേഖകൾ ലഭിക്കാൻ അദ്ദേഹം സഹായിച്ചു. തൽക്കാലം ജീവിക്കാൻ ജോലിയും നൽകി. ഇനാക്കിയും പിന്നാലെ നിക്കോയും ജനിച്ചപ്പോൾ ഫെലിക്സ് അവരിലേക്ക് ദാരിദ്ര്യമല്ല ഫുട്ബോളാണ് പകർന്നത്. പട്ടിണിയായിരുന്നു, എന്നിട്ട് ആ പട്ടിണിയല്ല ഫുട്ബോളാണ് പകർന്നത്. കാൽ വയ്യാത്ത അച്ഛനെ കാണുമ്പോഴൊക്കെ
മക്കൾ കാരണം തിരക്കിയിരുന്നെങ്കിലും രക്ഷിതാക്കൾ എല്ലാം മറച്ചു വെച്ചു. മക്കള് അച്ഛൻ്റെ കാലിന് വയ്യാതെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛാ ഇതിങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഒന്നും പറഞ്ഞില്ല ഫെലിക്സ്, ഒന്നും പറഞ്ഞില്ല. മക്കൾക്ക് 18 വയസ്സ് തികഞ്ഞ ശേഷമാണ് തങ്ങളുടെ മരണയാത്രയുടെ കഥ അവർ വെളിപ്പെടുത്തിയത്. ഈ മക്കളോട്, നിക്കോയിനോടും ഈനാക്കിയോടും അവർക്ക് 18 വയസ്സ് തികഞ്ഞപ്പോഴാണ് ഈ ഒരു യാത്രയുടെ, ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയുടെയും ആ ഒരു വല്ലാത്തൊരു യാത്രയുടെ കഥ അമ്മയും അച്ഛനും ഇവരോട് പറയുന്നത്. ഇന്നും ഏത് വേദിയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചാലും നിക്കോയും ഇനാക്കിയും സന്തോഷത്തോടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറഞ്ഞാണ് തുടങ്ങുക. പാടുകൾ അച്ഛൻ്റെ കാലിലാണെങ്കിലും ആ ത്യാഗത്തിൻ്റെ വേദന ഓരോ മത്സരങ്ങളിലും നിക്കോ അനുഭവിക്കാറുണ്ട്. അച്ഛൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, അവർക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം, അത് അച്ഛനാണ് അനുഭവിച്ചതെങ്കിലും അതിൻ്റെ പാടുകൾ മാനസികമായി നിക്കോയുടെയും ഇനാക്കിയുടെയും മനസ്സുകളിലാണ് എന്ന് ശരത്ത് പറയുന്നുണ്ട്. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കും മുമ്പേ ഇന്നും കളിക്കാനിറങ്ങുന്ന ആത്മാർത്ഥതയുടെ കാരണവും അതുതന്നെ. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല നിക്കോ വില്യംസ്, എന്നിട്ടും ഇന്ന് ഫ്രാൻസിനെതിരെ കളിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഇത്ര വലിയൊരു കഥയുടെ ആത്മവീര്യം നിക്കോ വില്യംസിനുണ്ട്. ഈ കഥ എല്ലാവരും അറിയണം, അറിയാത്തവരിലേക്ക് കൂടി എത്തണം എന്നുള്ളത് കൊണ്ടാണ് ശരത്തിൻ്റെ ഈ റിപ്പോർട്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്.